കൂട്ടുകാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് ചോറ് കട്ട്ലേറ്റ്. നല്ല അടിപൊളി സാധനം കേട്ടോ. ഞങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. അപ്പം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ഫേസ്ബുക്ക് ഐ ഡി, ഒഫീഷ്യൽ ഐ ഡി ഞങ്ങൾ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും കയറി ഞങ്ങളെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡയറക്റ്റായിട്ട് കയറാം. പിന്നെ ഞങ്ങൾക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ തരണമെന്നുണ്ടെങ്കിൽ അതിലൂടെ തന്നെ ഞങ്ങൾക്ക് അറിയിക്കാവുന്നേ ഉള്ളൂ. അപ്പം വേറെ എന്തെങ്കിലും പറയുന്നതിന് വേറെ നമ്മുടെ ചാനൽ മറക്കാണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ഇനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വീഡിയോയിലേക്ക് കിടന്നാലോ. വാ. I think it's the way life changes when in love, yeah. I surround my soul with the positivity. അപ്പൊ നമ്മുടെ ചോറ് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇതാ. ഇതേപോലെ 1 കപ്പ് ചോറ്, നമ്മൾ വീട്ടിൽ തന്നെ ഉള്ള നമ്മുടെ ചോറ് എടുക്കുക. പിന്നീട് അതേപോലെ തന്നെ സവാള, ഒരു വലിയ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതുകൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുക. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ഇഞ്ചി, പച്ചമുളക്, ഒരു പച്ചമുളകും പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇതേപോലെ അരിഞ്ഞതിടുക. അതേപോലെ ഒരു ക്യാരറ്റ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ക്യാരറ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ ഫൈനായിട്ടൊന്ന് അരിഞ്ഞു വെക്കുക കേട്ടോ. പിന്നീട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു 3 ടേബിൾ സ്പൂൺ തൈര്, ഒരു 2-2.5 ടേബിൾ സ്പൂൺ തൈര്. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുക. പിന്നീട് നമുക്ക് ഒരു 3 ബ്രെഡ്, അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 ബ്രെഡ് ഇതിലേക്ക് ഇതേപോലെ ആഡ് ചെയ്ത് കൊടുക്കുക. മുറിച്ച് വേണേലും ഇടാൻ കേട്ടോ. ഇതേപോലെ ആഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇതൊന്ന് മിക്സിക്കകത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കുക. അപ്പൊ നമ്മൾ ഇതേപോലെ നമ്മൾ നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ചിലപ്പോൾ ഇത് അടിച്ചെടുക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് കാണും കേട്ടോ ഈ മിക്സിക്കകത്ത്. അപ്പം ഇതേപോലെ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി. ഈ ഒരു കൺസിസ്റ്റൻസി നമ്മുടെ സാധനം കിട്ടും. അപ്പം ഇനി നമുക്ക് ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. വാ. നമ്മുടെ ഗ്യാസ് ഒന്ന് കത്തിച്ചെടുത്ത് അതിലേക്ക് കടായി ഒന്ന് വെച്ച് കൊടുക്കുക. അതിലേക്ക് ഒരല്പം എണ്ണ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് ഇതേപോലെ എടുക്കുക. ഈ കാണുന്ന പരുവത്തിൽ എടുക്കുക. കയ്യിലൊരല്പം എണ്ണ വരട്ടിയതിന് ശേഷം ഇതേപോലെ ഒരു റൗണ്ട് ആക്കി എടുക്കുക. കട്ട്ലേറ്റിന്റെ ഒക്കെ ആ ഒരു രീതിയിൽ ഒന്നാക്കി എടുക്കുക. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ബ്രെഡ് ക്രംസിലേക്ക് ഇതേപോലെ ഒന്ന് മുക്കുക. ഇതേപോലെ ഒന്ന് മുക്കിയതിന് ശേഷം നേരെ നമ്മുടെ എണ്ണ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ നമ്മുടെ ഈ സാധനം ഇതേപോലെ ഈ ഒരു കളറായി വന്നിട്ടുണ്ട്. നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെ കണ്ടില്ലേ, നമ്മുടെ കട്ട്ലേറ്റിന്റെ ആ ഒരു പരുവത്തിൽ തന്നെ നമ്മുടെ ഈ സാധനം കിട്ടും. അപ്പം ഇത് ഒന്നുകൂടെ ഒരു 2 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. വെറും 5 മിനിറ്റ് മാത്രം മതി ഇതേപോലെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. ഇതേപോലെ അടിപൊളി ഐറ്റം ഞങ്ങൾ കഴിച്ചു നോക്കിയിട്ട് തന്നെയാണ് ഇത് ഒന്നുകൂടെ ചെയ്യുന്നത്. അപ്പം ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കാം. കണ്ടില്ലേ, നല്ല അടിപൊളിയാണ് നമ്മുടെ ചോറ് ഓംലേറ്റ്. കിടിലം കേട്ടോ. ഞങ്ങളൊന്ന് ഒരു ചെറിയൊരു പീസ് ഉണ്ടായിരുന്നു, ഞങ്ങൾ അതൊന്ന് കഴിച്ചു നോക്കിയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇത് നമ്മുടെ ടെസ്റ്റിങ്ങിന്റെ പരിപാടി ഉണ്ടല്ലോ. അപ്പം ഞങ്ങളിത് കഴിച്ചിട്ടേ നിങ്ങൾ എന്തായാലും കഴിക്കുകയുള്ളൂ കേട്ടോ. ഇതേപോലെ നമ്മളൊരു ഒരു പീസ് എടുത്തു. അപ്പം ഇതേപോലെ നമ്മളൊരു ചെറിയൊരു ടൊമാറ്റോ സോസ്. ഈ ടൊമാറ്റോ സോസ് നമ്മൾ തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി കേട്ടോ. അതിന്റെ റെസിപ്പി ഞങ്ങൾ ഉടനെ തന്നെ ഇടുന്നതാണ്. അപ്പം ഇതേപോലെ ടൊമാറ്റോ സോസിനകത്ത് മുക്കിയിട്ട് ചൂള സംഭവം നല്ല ക്രിസ്പി കേട്ടോ. നല്ല അടിപൊളി സാധനം. എല്ലാവരും വീട്ടിൽ തന്നെ ഒന്ന് പരീക്ഷ നോക്കുക കേട്ടോ. നമ്മൾ ഈ ചോറൊക്കെ അല്ലേ, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ. അപ്പം വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം നിങ്ങൾ എല്ലാവരും വീട്ടിൽ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക ഈ സംഭവം എങ്ങനെ ഉണ്ടായില്ലോ. അപ്പം നിങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരിക്കും. പിന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വീഡിയോക്ക് ലൈക്ക് ഇടുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഒന്ന് ചെയ്ത് ഞങ്ങളുടെ ചാനൽ ഒന്ന് അടിപൊളിയാക്കി എടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ശരി, ബൈ.